റിയൽ എന്റർടൈൻമെന്റ്. ശാരദേ, നിന്റെ അനിയത്തിയെ കൊള്ളാം, അവളുടെ ഭർത്താവും കൊള്ളാം. നിമിഷത്തിൽ പെണുങ്ങും, നിമിഷത്തിൽ ഇണങ്ങും. കൊച്ചുനാൾ മുതലേ ഗീത അങ്ങനെയാണ്. ഓരോ തവണ അവൾ ഫോൺ ചെയ്യുമ്പോഴും കടന്നു വരുമ്പോഴും ഒരു വഴക്കിന്റെ കഥ ഞാൻ മുൻകൂട്ടിയെ മനസ്സിൽ കാണും. ഏതായാലും ഗീതയ്ക്ക് പറ്റിയ ഭർത്താവ് തന്നെ. ഒരാൾ വളയുമ്പോ ഒരാൾ വരും. തമാശ. ഭക്ഷണം നമ്മൾ കാത്തിരിക്കുന്നു. നീ ഇപ്പൊ ടൂർ പരിപാടിക്കൊന്നും പാടില്ലേ? ആ, എല്ലാം ഞാൻ അറിയുന്നുണ്ട്. നിന്റെ ടൂർ പരിപാടിയും ലീലാവിലാസവും ഒക്കെ. ഇതിന്റെ ടൂർ പരിപാടി അല്പം സ്പെഷ്യലാണ് കേട്ടോ, സൂക്ഷിക്കണം. അയ്യോ, അതെന്താ? മനസ്സിലായില്ലേ? കേട്ടോ, നിന്റെ ചില അവിഹിത ബന്ധങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഞാൻ ഇറങ്ങട്ടെ, എനിക്കിന്നൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഇന്ന് നമ്മുടെ വില്യംസിനൊന്ന് തപ്പിയെടുക്കണം. വാ വാ. എന്താ പറയാമെന്ന് പറഞ്ഞിരുന്ന കാര്യം? ഓ ദേ സുഖു, ഇവളുടെ സഹോദരൻ അപ്പൂട്ടൻ നായർ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അയാളുടെ മകൾ ശ്രീദേവിക്ക് തന്റെ അനിയൻ ആലോചിച്ചു. നല്ല നിറമാണ്, കാണാനും കൊള്ളാം. പക്ഷെ ഒരു കാര്യം, ഇവളുടെ വർഗമാണ്, തലയിലൊന്നും കാണത്തില്ല. പിന്നെ ഒരു വിശേഷമുള്ളത്, അറബി പണം ധാരാളം ഉണ്ട് കയ്യിൽ. ഏതായാലും ഒരു പരീക്ഷ കഴിക്കും, അത് കഴിഞ്ഞാലേ. ഓ, തിരുവള്ളം പോലെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ, വാ പോവാ. ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ പടം എടുക്കും. അയ്യോ, അമ്മണിയമ്മ പോയി ചാവാൻ പറ. അമ്മണിയമ്മ ഓടിച്ചു ഓടിച്ചു. പോട്ടെ ഇന്നല്ലേ നല്ലത് നല്ലതെന്ന് കുറെ നേരം അവരെന്നെ ഇട്ട് കളിപ്പിക്കുന്നു. പഠിക്കോടുന്നു. എടാ, വേറെ ഇരിക്കാൻ. വന്നിട്ട് ഡ്രസ് പോലും മാറിയില്ലേ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് കുട്ടികളെ തലയിലെന്ന് ആണോ കാര്യം? ഇങ്ങനെ ആരും തലയെ കുഴപ്പമില്ല. ഇഷ്ടമായി അത് കാര്യമില്ല. നിനക്കാണോ? പിന്നെ എന്നിട്ട് പോയി ഡ്രസ് മാറും, ഇല്ലെങ്കിൽ ഞാൻ വടിയെടുക്കും. ഞാൻ പോയി കാട്ടുണ്ട്. ആരുമില്ലേ? എന്താ നോട്ടീസില്ലാതെ? കഥവ് തുറന്നു കിടക്കുന്നു, ഇപ്പുറത്തെങ്ങും ആരുമില്ല. മോഷ്ടിക്കാൻ നല്ല സമയമല്ലോ എന്ന് ആലോചിക്കായിരുന്നു. ചത്ത് കിടന്നാലും കുറുക്കര് കണ്ട് കോഴി കൂടി തന്നെ. ഹലോ, നമസ്കാരം. സുഗന്ധനല്ലേ? ഇങ്ങനെയൊക്കെ കഴിയുന്നു. ഇരിക്കും. ചായ കൊണ്ടെടുക്കും. ചായ? എത്ര അന്തസ്സാരശൂന്യമായ പദം. ചാരായമായിരുന്നെങ്കിൽ സന്തോഷമായന്. ഏതായാലും അതിവിടെ ഇല്ല. അയ്യോ വേണ്ട, നല്ല സ്ട്രോങ് ആയിട്ടൊരു ചായ മതി. പിന്നെ കാര്യം വിചാരിച്ച പോലെ അത്ര നിസ്സാരമല്ല. അത് നേരിട്ട് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ കാര്യം പറയൂ. അടുത്ത മീറ്റിംഗിൽ വർഗീസ് അവിശ്വാസ പ്രമേയം പാസ്സാക്കി. ഡെഫിനറ്റ്. ഓഹോ, കാര്യം ഇത്ര നിസ്സാരമാക്കിയതാണ് ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടായത്. സഹദേവൻ, എന്റെ മനസാക്ഷിയോട് ഞാൻ 100% വിശ്വസ്ത കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, പൊളിഞ്ഞ് തയ്യാറായ അവസ്ഥയിലാണ് യൂണിവേഴ്സൽ ട്രേഡേഴ്സ് എന്ന ആ സ്ഥാപനത്തിൽ ചുമതല ഞാൻ ഏറ്റെടുത്തത്. കമ്പനി വളർന്ന് വലുതായപ്പോൾ അധികാരത്തിലുള്ള വടവഴിയെ എത്ര നിർഭാഗ്യകരമാണ് എന്നാലും ചോദിച്ചു. ഹോണസ്റ്റിക്കല്ല, ഇത്തരം കിടമത്സരങ്ങൾക്കാണ് ഇന്നുമില്ല. സ്കൂളിന്റെ വാതിൽ കണ്ടിട്ടുള്ള നല്ല വർഗീസ്, അതിന് മാനേജിംഗ് ഡയറക്ടർ ആവണം പോലും. ലേറ്റസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. പിന്നെ ഞാൻ വാങ്ങിയ എമൗണ്ട് അടുത്ത ആഴ്ച കൊണ്ടുവരാം. സത്യം പറയണമല്ലോ, ഇന്ന് കൊണ്ടുവരണമെന്ന് വിചാരിച്ചാണ്. ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് അടുത്ത ആഴ്ച ഡെഫിനറ്റ് ആയി കൊണ്ടുവരാം. ഡോണ്ട് മൈൻഡ്. ആരാ ഇത്? ശാരദയുടെ അനിയത്തിയൻ. ഒരു ഗൗരവമില്ലാതെ അങ്ങ് പോകുന്നു. എക്സ്ക്യൂസ് മീ, 1 minute. എപ്പോ നോക്കിയാലും എന്താ കാര്യം? അയാൾ പോയോ? ഇല്ല. ഒന്ന് യാത്ര ചെയ്തിട്ട് വരും.
സുകുമാരൻ സാർ അടുത്ത ആഴ്ച എറണാകുളത്ത് വരണം. കഴിയുമെങ്കിൽ ഒരു ബോർഡ് മീറ്റിംഗ് വെക്കണം. കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നത് ബുദ്ധിപൂർവ്വമായിരിക്കും. നോക്കാം. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. മിസ്സസ് അവൾ അവസ്ഥയുണ്ട്. വിളിക്കണമെന്നില്ല, ഞാൻ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ മതി. പാലസിൽ പാർട്ടിയുണ്ട്. ലുക്ക് മിസ്റ്റർ സഹദേവൻ, ഉപദേശിക്കാൻ വിചാരിക്കരുത്. യു ആർ ഗോയിങ് ടു ഫാസ്റ്റ്. നഥിങ്. വേഗത്തിലായാലും സാവധാനത്തിലായാലും എത്തേണ്ടവരിടത്ത് തന്നെയല്ലേ. ബൈ, സീ യു. എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ചേട്ടനും ചേച്ചി എന്റെ വീട് വരെ വരണം. എനിക്ക് രണ്ടിലൊന്ന് അറിയണം. ഏത് രണ്ടിലൊന്ന്? ബന്ധം ഒഴിയണോ രണ്ടൊന്ന്? അവളുടെ ഒരു രണ്ടിലൊന്ന് ഇന്നലെ പറയാവുന്നില്ല. നിങ്ങൾക്കൊന്നും അറിയില്ല, എനിക്ക് കുറെ അറിയാം. നിങ്ങൾ രണ്ടുപേരും കുഴപ്പമില്ല, നമുക്ക് അവിടെ പോവാം. ചന്ദ്രൻ ഇന്ന് ബാങ്കിൽ പോയില്ലേ? ഇല്ല. 2 ദിവസത്തെ അവധി എടുക്കും. നമുക്കൊരു പിക്നിക്കിന് പോവാം. എന്തിനാ? ഇത് നല്ല ചോദ്യം. വീട്ടിലില്ലാത്ത സ്വൈരത സ്വർഗത്തിലും കിട്ടില്ല ചേട്ടാ. സ്വൈര്യത നാം ഉണ്ടാക്കണം, ആരും കൊണ്ടുവരില്ല. ചേട്ടൻ അറിയില്ല, ഇത്രയും കാലം ഞാൻ ശ്രമിക്കുകയായിരുന്നു. ഇന്ന് തന്നെ അവൾ പെർമിഷൻ ഇല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തു വരികയാണ്. നിശ്ചയമല്ലേ ഇതൊക്കെ? BSc പാസ്സായത്ര. എന്തിനാണ് അവൾ ഇത്രയൊക്കെ പഠിച്ചത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്താണ് മനസ്സിലാവാത്തത്? ഞാൻ മനസ്സിലാക്കി തരാം. മനുഷ്യനായി ആരെങ്കിലും വിശ്വാസം വേണം. അവിശ്വാസിക്ക് ഒരിടത്ത് ഒരു കാലത്ത് സ്വയം കിട്ടില്ല. Look, you have no account here. എന്നെ കൊടുത്ത് പറയിപ്പിക്കണ്ട. നീ ഒന്നും മിണ്ടാതിരിക്കും. 1 വർഷം കഴിഞ്ഞില്ലല്ലോ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്. ഇക്കണക്കിന് പോയാൽ ഒരു കുടുംബമായിട്ട് നിങ്ങൾ അങ്ങനെ ജീവിക്കും. എന്താണ് നിങ്ങളുടെ വഴക്കിന്റെ കാര്യം? കാരണം ചോദിക്കും. You make your statement. കേട്ടില്ലേ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ മനസ്സ് നിറയെ ബാങ്കാണ്. ഇന്നലെ ബാങ്കിൽ വരുമ്പോ കൊക്കാപ്പള്ളിയിലെ രാജേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. രാജേട്ടന്റെ കാര്യം ചേച്ചിക്ക് അറിയാമല്ലോ. ഒരു വാക്ക് പറഞ്ഞ 1.5 മണിക്കൂർ ചിരിക്കും. ഇന്നലെ ഏതാണ്ട് പറയുന്നത് കേട്ട് ഞാനൊന്ന് ചിരിച്ചുപോയി. അത് കണ്ടുകൊണ്ടാണ് കയറി വന്നത്. മുഖം അങ്ങോട്ടൊരു പൊട്ട. പറഞ്ഞു വന്നപ്പോ എന്തൊരു നല്ല പിള്ളയാ നോക്ക്. പിന്നല്ലാതെ ഞാൻ എന്റെ പൈസ കൊടുക്കുന്നവളാണ്. വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട കേട്ടോ. നാക്കിൽ എന്നെ വെച്ച് കിടന്ന് തുള്ളാതെ. ആ റാസ്കൽ ഇതിന് മുമ്പ് വന്നപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. എന്റെ ഒരു അമ്മാവന്റെ മകനാണ് രാജേട്ടൻ. അതുകൊണ്ട് എന്തു ആകാമെന്ന് കേട്ടോ ചേച്ചി, ഇതാണ് ഈ മനുഷ്യന്റെ സംസ്കാരം. നിനക്കൊരു മിണ്ടായിരിക്കാമോ? മനുഷ്യനായ ക്ഷമ വേണം. നിങ്ങൾ എല്ലാരും കൂടെ ഞാൻ കുരങ്ങെടുപ്പിക്കാനല്ലേ? ഡോണ്ട് ബി സില്ലി ചന്ദ്രൻ. ഇവളെ എനിക്കിഷ്ടമാണ്. ഒരു നിമിഷത്തേക്ക് പോലും ഇവളെന്നെ വിട്ട് മറ്റൊരു സാഹചര്യത്തിൽ ഇല്ല. എനിക്ക് സങ്കല്പിക്കാൻ കൂടെ സാധിക്കും. വരൂ ചന്ദ്രൻ, നമുക്ക് മറ്റു വല്ലതും സംസാരിക്കാം.